ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്. ഇന്നത്തെ ടോപ്പിക് എന്തെന്നാൽ, നമുക്കറിയാം അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നീറ്റിന്റെ. അപ്പോൾ OBC കാറ്റഗറി പെടുന്ന കുട്ടികൾക്ക് കിട്ടേണ്ട റിസർവേഷനും, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം റിസർവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇനി ഒരു കോഴ്സിന് ചേരുമ്പോൾ എന്തൊക്കെ സ്കോളർഷിപ്പും കാര്യങ്ങളും ഉണ്ട് എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു OBC കാറ്റഗറി പെടുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കാരണം നമ്മൾ MBBSന്റെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കോഴ്സും പറയുന്നുണ്ട്. ഓൾ ഇന്ത്യ ലെവലും കേരള ലെവലും പറയുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ കേരള ലെവലാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ നീറ്റ് കണ്ടന്റും കാര്യങ്ങളൊക്കെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ OBC കാറ്റഗറി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നാണ്, മെജോറിറ്റി കുട്ടികളും OBC കാറ്റഗറിയാണ്. പോരാത്തതിന് എനിക്ക് ഇൻസ്റ്റഗ്രാമിലായാലും അല്ലാതെ എന്റെ വീഡിയോയുടെ കമന്റിലൊക്കെ തന്നെ OBC കാറ്റഗറിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ OEC കാറ്റഗറിന്റെ ഫീസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. OEC കാറ്റഗറിക്ക് ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അല്ലാത്ത കുഞ്ഞു കുഞ്ഞു ഫണ്ട്, കോളേജ് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ഫണ്ട് ഇട്ടാൽ മാത്രം മതി. അല്ലാതെ മേജർ ആയിട്ടുള്ള ട്യൂഷൻ ഫീ, ഹോസ്റ്റൽ ഫീ, സ്പെഷ്യൽ ഫീ ഇതൊന്നും അവർക്ക് വരുന്നില്ല. ചില കോളേജ് മെസ് ഫീ ചോദിക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു വലിയ ഫീസൊന്നും വരുന്നില്ല. ഇനി OBCയുടെ കാര്യം പറയുകയാണെങ്കിൽ, OBCക്ക് അല്ലാതെ തന്നെ ഫീസും അടയ്ക്കണം. അതായത് ജനറൽ കാറ്റഗറി എത്ര ഫീസ് അടയ്ക്കുന്നുണ്ടോ അത്ര തന്നെ നമുക്ക് OBCക്ക് ഫീസും കാര്യങ്ങളും അടയ്ക്കാനുണ്ട്. നമുക്കിപ്പം നമ്മൾ പറയാൻ പോകുന്ന റാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ ലെവലാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ഒരു വലിയൊരു പ്രൊമിനന്റ് ആയിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല. ഒരു ജനറൽ കുട്ടിക്ക് കിട്ടുന്ന ഏറെക്കുറെ അത്ര തന്നെ റാങ്കുള്ള കുട്ടിയെ OBC കുട്ടിക്ക് തന്നെയാണ് അവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. അതൊരു 100 റാങ്കിന്റെ വ്യത്യാസം. 100 റാങ്കിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഒരു 1-2 മാർക്കിന്റെ വ്യത്യാസത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് ഏറെക്കുറെ സെയിം ആണ്. ജനറൽ കാറ്റഗറിന്റെ OBCന്റെ വലിയൊരു റിസർവേഷൻ എന്ന് പറയാൻ മാത്രമുള്ള ഒരു ഇതൊന്നും തോന്നുന്നില്ല. പക്ഷെ എയിംസ്, ജിഗ്മർ പോലുള്ള സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് ഒരു 1000-1500 റാങ്കിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ജനറൽ കാറ്റഗറി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 1500 റാങ്കിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ സീറ്റ് ലഭിക്കും. എയിംസ്, ജിഗ്മർ പോലെയുള്ളതിൽ. കാരണം അവർക്ക് അവിടെ റിസർവേഷൻ കുറച്ചുകൂടി നമുക്ക് പെർമനന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി അതൊരു ESI കോളേജ് ആണെങ്കിൽ, ESI മെഡിക്കൽ കോളേജിൽ ഒരു 71,500 ആണ് ഒരു ജനറൽ കട്ട് ഓഫ് വരുന്നെങ്കിൽ, അതിന് OBC കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 64,000 ആണ്. അപ്പം അവിടെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു റാങ്ക് റിസർവേഷൻ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ്. മെഡിക്കൽ കോളേജിന്റെ വലിയൊരു റിസർവേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഒരു കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഒരു 300 മുതൽ 500 റാങ്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു കുട്ടിക്ക് 800 റാങ്കിൽ ഒരു അടുത്തിൽ അഡ്മിഷൻ ലഭിക്കുമ്പോൾ മറ്റൊരു കുട്ടിക്ക് അത് 1300 റാങ്കിലായിരിക്കും. അതായത് OBC കാറ്റഗറി ആണെങ്കിൽ 1300 റാങ്കിൽ അവിടെ അഡ്മിഷൻ ലഭിക്കും. എന്നാൽ എല്ലാ കോളേജിലും ഇങ്ങനെ ആയിരിക്കില്ല. ചില കോളേജിൽ വെറും 300 റാങ്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. ചില കോളേജിൽ 200 റാങ്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇതാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കാര്യം. ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, അതായത് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ് മെറിറ്റിനെ അപേക്ഷിച്ചിട്ട് 1000 മുതൽ 2000 റാങ്കിന്റെ വരെ വ്യത്യാസത്തിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കും. അതായത് ഒരു കുട്ടിക്ക് ഒരു 9,000 റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്ക് ഒരിക്കൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് വഴി, മറ്റൊരു OBC കാറ്റഗറി വരുന്ന കുട്ടിയാണെങ്കിൽ ഒരു 11,000 റാങ്ക് വരെ ഒക്കെ നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് BDSന്റെ കാര്യമാണ്. അപ്പം ഒരു ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ ഒരു OBC അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മെറിറ്റും തമ്മിൽ ഒരു 1000-1500 റാങ്കിന്റെ വരെ വ്യത്യാസമുണ്ട്. അപ്പം ഇനി അത് ഒരു സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജ് ആണെങ്കിൽ ഒരു 8,000 മുതൽ 10,000 വരെ റാങ്കിന്റെ വ്യത്യാസം സ്റ്റേറ്റ് മെറിറ്റും OBCയും തമ്മിലുണ്ട്. അടുത്ത എല്ലാവരും ഒറ്റുനോക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും വെറ്റിനറി. വെറ്റിനറി സ്റ്റേറ്റ് മെറിറ്റിനെ അപേക്ഷിച്ച് OBC കാറ്റഗറിയുള്ള കുട്ടിക്ക് 2000 റാങ്കിന്റെ കൂടുതലുള്ള പ്രിവിലേജ് ഉണ്ട്. അതായത് ഒരു 4000 റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഒരിക്കൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതേ കോളേജിൽ ഒരു 6000 റാങ്കുള്ള OBC കാറ്റഗറി കുട്ടിക്ക് അവിടെ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. വെറ്റിനറി പറഞ്ഞ പോലെ തന്നെ അഗ്രികൾച്ചർ കോളേജിലും ഒരു 2000 റാങ്കിന്റെ വ്യത്യാസത്തിലാണ് സ്റ്റേറ്റ് മെറിറ്റും OBC കാറ്റഗറി ഉള്ളത്. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ പറയുന്ന ഒരു 4000 റാങ്ക് കിട്ടിയ കുട്ടിയാണെങ്കിൽ ഒരു 6000 റാങ്ക് കിട്ടിയ കുട്ടിക്ക് അഗ്രികൾച്ചർ കോളേജിൽ അഡ്മിഷൻ ലഭിക്കും. അപ്പം ഒരു 2000 റാങ്കാണ് അവിടെയും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിഷറീസും അതൊക്കെ ഒരു 2000-3000 റാങ്കിന്റെ വ്യത്യാസമാണ് സ്റ്റേറ്റ് മെറിറ്റും OBCയും തമ്മിലുള്ളത്. അടുത്തത് ആയുർവേദ കോളേജാണ്. ആയുർവേദ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിനെ അപേക്ഷിച്ചിട്ട് OBC കാറ്റഗറിയുള്ള കുട്ടികൾക്ക് 5000-ഓളം റാങ്കിന്റെ പ്രിവിലേജ് ഉണ്ട്. അതായത് എല്ലാ കോളേജിനും 5000 റാങ്ക് ഉണ്ട് കിട്ടുന്നതല്ല.
ചില കോളേജിൽ 5000 റാങ്ക് വരെ നമുക്ക് ഗവൺമെന്റിന്റെ കാര്യമായിട്ടോ പറയുന്നത് 5000 റാങ്ക് വരെ പ്രിവിലേജ് ഉണ്ട്. ചില കോളേജിൽ 3000 റാങ്ക് ആയിരിക്കും, ചില കോളേജ് 2000 റാങ്ക് ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും സ്റ്റേറ്റ് മെറിറ്റിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഗവൺമെന്റിൽ സീറ്റ് ലഭിക്കാൻ 5000 റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിനെ അപേക്ഷിച്ചിട്ട് 5000 റാങ്ക് കുറഞ്ഞാൽ പോലും നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഹോമിയോപ്പതിക്കാണ് നോക്കുന്നത്. ഹോമിയോപ്പതിക്കിൽ ആയുർവേദം പോലെ വലിയൊരു റിസർവേഷൻ ഒന്നുമില്ല. ഒരു 2000 മാക്സിമം ഒരു 3000 റാങ്കിന്റെ റിസർവേഷൻ മാത്രമേ ജനറലും അല്ലെങ്കിൽ OBC കാറ്റഗറിയും തമ്മിലുള്ളൂ. അപ്പൊ ഞാൻ മേജർ ഒരുവിധം എല്ലാ കോഴ്സും ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കുഞ്ഞു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്തെങ്കിലും സ്കോളർഷിപ്പും കാര്യങ്ങളും OBC കാറ്റഗറിക്ക് ഉണ്ടോ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫീസിന്റെ കാര്യം. ഫീസ് നമ്മൾ ജനറൽ കാറ്റഗറി അടയ്ക്കുന്ന അല്ലാതെ തന്നെ ഫീസ് നമ്മൾ അടയ്ക്കണം. ഞാനൊരു OBC ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ കിട്ടും, പ്രിവിലേജ് കിട്ടും എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു പ്രിവിലേജും കിട്ടുന്നില്ല. നമ്മൾ സെയിം ഫീസ് അടയ്ക്കുന്നുണ്ട് അവരെ പോലെ തന്നെ. പിന്നെ സ്കോളർഷിപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ OBCക്ക് സ്കോളർഷിപ്പ് സെപ്പറേറ്റ് ഉണ്ട്. അത് കോളേജിന്റെ അല്ല, നമുക്കല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ പൈസയാണ്. അപ്പൊ നമ്മൾ അത് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു സമയമാകുമ്പോൾ സൈറ്റ് ഓപ്പൺ ആവും. അപ്പൊ സമയത്ത് നമ്മൾ പോയി അപ്ലൈ ചെയ്യാം. അതിന് നമ്മുടെ വാർഷിക വരുമാനം ഇത്ര 2 ലക്ഷം, അങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല, കാരണം എന്റെ കൂടെ അത് അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോയി അപ്ലൈ ചെയ്യാം. കാരണം നല്ലൊരു തുക നമുക്ക് കിട്ടും. അതെങ്കിലും നമ്മൾ മേടിക്കണം. കാരണം സെൽഫ് ഫിനാൻസിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കിട്ടില്ല ഗൈസ്. അപ്പൊ നമ്മൾ അതെങ്കിലും മേടിക്കുക. പക്ഷെ അതിന്റെ സമയമാകുമ്പോൾ നമ്മൾ പോയി അപ്ലൈ ചെയ്യണം. അപ്പം അതാ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, നമ്മൾ മാക്സിമം നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസും നമ്മൾ എടുത്തു വെക്കണം. പെട്ടെന്നായിരിക്കും നമുക്ക് അതും ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വരും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കോളേജുകാർ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് തന്നെന്ന് വരില്ല. അപ്പം നമ്മളെ കോപ്പിയുടെ നമുക്ക് അത് പോയി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് എസ്പെഷ്യലി മുസ്ലിം കാറ്റഗറിയിലൊക്കെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യാൻ നമുക്കൊരു നല്ലൊരു തുക തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കും. വേറെ അല്ലാതെ ഫീസ് റിഡക്ഷനും കാര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല കേട്ടോ, ഒരു OBC കാറ്റഗറിക്ക് ഇല്ല. അപ്പം പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ. ഞാൻ ഇത് ചെയ്ത കുറെ പേര് OBCയിൽ പെടുന്നുണ്ട്. അപ്പം അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ എന്റെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണ് ഞാൻ വീഡിയോസ് ചെയ്യും. അപ്പൊ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.